കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അതായത് പലപ്പോഴും ഭർത്താവിനെതിരെയോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കെതിരെയോ ഭാര്യയുടെ സ്വർണം അവർ ഉപയോഗിച്ചുവെന്നോ വിറ്റുവെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്നും ഒരു ട്രെൻഡാണ് അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പേരിലുള്ള പറമ്പുകൾ അറ്റാച്ച് ചെയ്തെടുക്കുക എന്നുള്ളൊരു പരിപാടി പല ആൾക്കാർക്കും അത് അനുഭവം ഉണ്ടായിരുന്നു. സോ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പലപ്പോഴും പച്ച നുണയായിരിക്കും അവർ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. എടുക്കാത്ത സ്വർണം എടുത്തു എന്ന് പറഞ്ഞു ഒറ്റയ്ക്കായിരിക്കും കേസ് ഉണ്ടാകും. സോ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇതിനെ പ്രതിരോധിക്കുവാനായിട്ട് ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ചോദ്യത്തിൻ്റെ ഉത്തരം യെസ് എന്ന് തന്നെയാണ്. ഈ വ്യാജ അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റിനെ ഒതുക്കാനായിട്ടുള്ള നിയമം നമ്മുടെ നിയമത്തിൽ തന്നെയുണ്ട്. ആ നിയമം എന്താണ് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത പാർട്ടിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ നിയമത്തിൽ പറയുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഇവിടെ പറയണത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാത്ത അറസ്റ്റ്, അതുപോലെ തന്നെ അറ്റാച്ച്മെൻറ്റ്, ഇൻജങ്ഷൻ ഓർഡർ, ഈ 3 കാര്യങ്ങളും വരികയാണെങ്കിൽ എന്തൊക്കെയാണ് നിയമത്തിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ പറയണത്. അപ്പോൾ ഹെഡിങ് അപ്പ് ഇങ്ങനെയാണ്: മതിയായ കാരണമില്ലാതെ അറസ്റ്റ്, ജപ്തി അല്ലെങ്കിൽ ഉത്തരവ് നേടുന്നതിനുള്ള നഷ്ടപരിഹാരം. ഇതാണ് ഹെഡിങ്. ഇതിൽ 2 പോയിന്റാണുള്ളത്, 1, 2. ഈ 1 എന്ന് പറയുന്നതിൽ AB എന്ന് പറയുന്ന 2 സബ്സെക്ഷനും കൂടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നോക്കാം. അറസ്റ്റ് അല്ലെങ്കിൽ ജപ്തി നടപടി സ്വീകരിച്ച ഏതെങ്കിലും കേസിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മുൻ വകുപ്പ് പ്രകാരം താൽക്കാലിക ഉത്തരവ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ കോടതിക്ക് തോന്നുന്നത് ഇത്തരം അറസ്റ്റ്, ജപ്തി അല്ലെങ്കിൽ ഇൻജങ്ഷൻ എന്നിവ മതിയായ കാരണങ്ങളില്ലാതെ പ്രയോഗിച്ചിട്ടുണ്ടെന്നാണ്. അല്ലെങ്കിൽ B, വാദിയുടെ കേസ് പരാജയപ്പെടുകയും കോടതിക്ക് അത് സ്ഥാപിക്കുന്നതിന് ന്യായമായതോ സാധ്യതയുള്ളതോ ആയ കാരണങ്ങളില്ലെന്ന് തോന്നുകയും ചെയ്യുന്നു. പ്രതിക്ക് കോടതിയിലെ ഇത്തരം സാഹചര്യങ്ങളിൽ അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ അത്തരം അപേക്ഷയിൽ കോടതിക്ക് വാദിക്ക് എതിരായി ഒരു തുക വിധിക്കാവുന്നതാണ്. പ്രതിക്ക് സംഭവിച്ച ചെലവിനോ പരിക്കിനോ അല്ലെങ്കിൽ സൽപ്പേരിന് കേടുപാടുകൾ ഉൾപ്പെടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ന്യായമായ നഷ്ടപരിഹാരം വിധിക്കുവാനായിട്ട് കോടതിക്ക് അധികാരമുണ്ട്. 2ാമത്തെ പോയിന്റ്, അത്തരം ഏതെങ്കിലും അപേക്ഷ നിർണ്ണയിക്കുന്ന ഒരു ഉത്തരവ്, അത്തരം അറസ്റ്റ്, ജപ്തി അല്ലെങ്കിൽ ഇൻജങ്ഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരത്തിനായുള്ള ഏത് കേസിനെയും തടയാനും കോടതിക്ക് അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് നിയമത്തിൻ്റെ ഒരു മലയാള പരിഭാഷ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് പരിഭാഷ ഇംഗ്ലീഷിലുള്ള ഇതിൻ്റെ പോയിന്റ് ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ്, കേസ് ലോസ് എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം അടുത്ത വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്ന് പറയുകയാണെങ്കിൽ വ്യാജ പരാതി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതേ കോടതിയിൽ നിന്ന് തന്നെ നമുക്ക് നഷ്ടപരിഹാരം മേടിച്ചെടുക്കുവാനായിട്ടുള്ള ഒരു പോയിന്റ് ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കും. എനിക്ക് തോന്നുന്നൊരു പക്ഷേ യൂട്യൂബിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു വീഡിയോ പുറത്തു വരുന്നത്. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.